السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، وشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبده ورسوله والداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد. സ്നേഹാദരരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ ഉള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 111-ാം അധ്യായം സൂറത്തുൽ മസ്ദാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഒക്കെ സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതാണെങ്കിലും സൂറത്തുൽ മസ്ദ് എന്നുള്ളത് അത് 111-ാമത്തെ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ മസ്ദ് എന്നാണ് അതിൻ്റെ പേര് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് തബ്ബത്ത്, അതുപോലെ സൂറത്ത് അബീ ലഹബ് എന്നൊക്കെ സൂറത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഈ സൂറത്ത് മക്കിയാണ്, അതായത് മക്കയിൽ അവതരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ് എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. എന്താണ് ഈ സൂറത്ത് അവതരിപ്പിച്ചതിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം? അൽ ഇഖ്ബാറു അൻ ശഖാഇ അബീ ലഹബിൻ വംറഅതിഹി, അബൂലഹബിന്റെയും അവന്റെ ഭാര്യയുടെയും ഹതഭാഗ്യം, അവന്റെ നാശം, അവന്റെ ഷഖാഇനെ, അവന്റെ ദൗർഭാഗ്യത്തെ കുറിച്ച് പറയലാണ് ഈ സൂറത്തിന്റെ ഏറ്റവും സുപ്രധാനമായ, ഈ സൂറത്ത് അവതരിച്ചതിന്റെ ലക്ഷ്യം. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ നാശത്തെക്കുറിച്ചും അതുപോലെ അവന്റെ സമ്പത്തും അവന്റെ അധ്വാനവും ഒന്നും അവൻ ഉപകാരപ്പെടുകയില്ല എന്നതിനെ കുറിച്ചും അവനും അവന്റെ ഭാര്യയും ഒക്കെ നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ള താക്കീതും എല്ലാം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഞാനൊന്ന് ഓതാം, അപ്പം നമ്മൾ കേൾക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ وامرأته حمالة الحطب في جيدها حبل من مسد. എന്തൊക്കെയാണ് ഈ ആയത്ത്, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പറഞ്ഞോളി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, എന്തൊക്കെയുണ്ട്? തബ്ബത്തിൽ എന്തുണ്ടോ? തബ്ബത്തിൽ എന്തേ ശ്രദ്ധിക്കാണ്ടോ? സുക്കൂനാണ്. സുക്കൂൻ എങ്ങനെ, താന്റെ സുക്കൂൻ എങ്ങനെ ഓതേണ്ടത്? തബ്ബത്ത് എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയണം? തബ്ബത്ത് അല്ലേ, ഖൽഖല ചെയ്യരുത്, ഖൽഖലയുടെ അക്ഷരം അല്ല.
പിന്നെ യദാ അബീ ലഹബിൻ, ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? യദാ അബീ ലഹബ് എന്തേണ്ടോ? യദാ എന്നുള്ളടത്ത് മദ് ഉണ്ട്. സാധാരണ മദ്ദല്ല അല്ലേ? മദ് മുൻഫസിലാണ്. മദ്ദക്ഷരം വന്നു, മദ്ദിന് ശേഷം എന്ത് വന്നു? ഹംസ വന്നു. ഹംസ മറ്റൊരു പദത്തിലാണ്. മറ്റൊരു പദത്തിലാകുമ്പോ 2 ഹർക്കത്തോ അല്ലെങ്കിൽ 4 ഹർക്കത്തോ നീട്ടാം. മനസ്സിലായില്ലേ? 4-5 ഹർക്കത്ത് നീട്ടാണ് ഏറ്റവും അഫ്ദൽ. പിന്നെ അബീ ലഹബിൻ വതബ്, ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഇവിടെ എന്തുണ്ട്? അബീ ലഹബിൻ തെൻവീൻ ഉണ്ട് അല്ലേ? തെൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ? വാവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടി? അബീ ലഹബിൻ വതബ് എന്നാണ് ഓതേണ്ടത്. അബീ ലഹബിൻ വതബ് എന്നാണ് ഓതേണ്ടത്. ഇദ്ഗാം ചെയ്യണം അല്ലെ? അബീ ലഹബിൻ വ എന്ന് വെച്ചാൽ ചേർത്ത് മണിച്ചോദ. എന്ത്? ഈ തെൻവീന് ശേഷമുള്ള വാവിലേക്ക് എന്ത് ചെയ്യണം? ലയിപ്പിക്കണം, ചേർക്കണം. അബീ ലഹബിൻ വ ലഹബിൻ വതബ്. അതുപോലെ ബാഇന് തബ് സുക്കൂന കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ ബാ എന്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്? ഖൽഖലയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പൊ എന്ത് വേണം? തബ്, ബ എന്ന ശബ്ദം കേൾക്കണം. തബ് എന്ന് പറഞ്ഞാൽ പോരാ. അബീ ലഹബിൻ വതബ് അല്ല, അബീ ലഹബിൻ വതബ്. ചില പണ്ഡിതന്മാര് സുക്കൂന് കൊണ്ട് ഖൽഖല ചെയ്യുമ്പോ കുറച്ചും കൂടി ശക്തമായി ഖൽഖല ചെയ്യണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ സാധിക്കും. പക്ഷെ അത് സ്വാഭാവികമായും വരുന്നതാണ്, ശക്തമാക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും സുക്കൂനെ ഖൽഖല ചെയ്യുമ്പോൾ അതിന്റെ ശക്തി കൂടും. വതബ്. അതുപോലെ മാ അഗ്ന, ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? മദ് മുൻഫസിൽ. മദ്ദിന് ശേഷം എന്ത് വന്നു? ഹംസ വന്നു അല്ലെ? 2 ഭാഗത്തിലായിട്ടാ വന്നത്. അപ്പൊ 2 ഹർക്കത്ത് നീട്ടാം, 4-5 ഹർക്കത്ത് നീട്ടലാണ് ഏറ്റവും നല്ലത്. മാ അഗ്ന. അതുപോലെ അഗ്ന എന്നുള്ളടത്ത് അഗ്ന നോതരുത്, അഗ് എന്ന് പറയരുത്, അഗ്ന അഗ്ന. അൻഹു, ഇവിടെ എന്താ? അൻഹു എന്നാണോ? അൻഹു എന്നാണോ? എങ്ങനെ? അൻഹു എന്തോ ഓതരുത്? അൻഹു എന്ന് മണിക്കാൻ പാടില്ല. കാരണം സുക്കൂനുള്ള നൂനിന് ശേഷം ഏതക്ഷരം? ഹ ആണ്. ഹ ഇദ്ഹാറിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, വ്യക്തമാക്കണം. അൻഹു എന്തോ ഓതരുത്? അൻഹു എന്നൊന്നും ഓതരുത്. അൻഹു മാലുഹു വമാ കസബ്. അതുപോലെ കസബ് സുക്കൂന് കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സയസ്ല, സ്വാദ് സ്വാദ് ഉച്ചരിക്കുമ്പോ സയസു സു എന്ന് പറയരുത്, അല്ല, സയസ്ല എന്നാണ് ഓതേണ്ടത്. സയസ്ല എന്ന ലാമിന് എന്ത് വരാൻ പാടില്ല? ലാമിന് കനപ്പിക്കരുത്. ലോ എന്ന് പറയരുത്. യസ്ലോ അല്ല, സയസ്ല നാറൻ ദാത്ത്. അവിടെ എന്ത് ശ്രദ്ധിക്കാനുള്ളത്? നാറൻ ദാത്ത്. അവിടെ എങ്ങനെ ഓതേണ്ടത്? നാറൻ ദാത്ത് എന്നാണോ? നാറൻ ദാത്ത് എന്നാണോ? ഈ വേറെ എങ്ങനെയെങ്കിലും ആണോ? ഇദ്ഗാം എങ്ങനെ ഇദ്ഗാം ചെയ്യാം? നാർ അല്ലെ? ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാല് തെൻവീനാണ്, തെൻവീന് ശേഷമുള്ള അക്ഷരം ദാലാണ്. ഇദ്ഗാം ആണോ? ദാല് വന്നാൽ ഇഖ്ഫ ആണ് അല്ലെ? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തെൻവീനെ അവ്യക്തമാക്കണം. നാറൻ എന്ന് വ്യക്തമാക്കാതെ ഗോപ്യമാക്കണം. ഗോപ്യമാക്കി മണിച്ചോദണം. ഗോപ്യമാക്കി മണിച്ചോദണം. അപ്പൊ എങ്ങനെ ഓതുക? ആ തെൻവീൻ നാറൻ എന്ന് പറയരുത്, നാറൻ എന്ന് പറയരുത്. ലഹബ് അല്ലെ? ഇവിടെ ബായിനെ ഖൽഖല ചെയ്യണം. വംറഅതുഹു, ഇവിടെ ചില ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്പീഡിൽ ഓതുമ്പോ വരുന്ന പ്രശ്നമാണ്. വംറഅതുഹു എന്നുള്ളത് വംറഅതുഹു എന്നാവും. മീമ് ചിലപ്പോ എന്താവും? മീമ് ചിലപ്പോ ബാ ആയി പോവും. വംറഅതുഹു, വംറഅതുഹു അതാകരുത്.
വം മീമാണ്. അത് മാറാൻ ഒരു കാരണമുണ്ട്. ബാവും മീമും ഉച്ചരിക്കുന്ന ഉച്ചാരണ സ്ഥലം ഒന്ന് തന്നെയാണ്. അം അബ് രണ്ട് ഉച്ചരിക്കുന്ന ഓടുന്ന രണ്ട് ചുണ്ടുകൾ ചേർത്താണ് രണ്ടക്ഷരം ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അത് മാറുന്നത്. അപ്പൊ വംറഅതുഹു എന്ന് പറയരുത്, വംറഅതുഹു വംറഅതുഹു വംറ വംറ വംറഅതുഹു. അതുപോലെ വംറഅതഹു എന്ന് പറയും. അത് സ്പീഡിൽ ഓതുമ്പോൾ പറ്റുന്ന മറ്റൊരു അബദ്ധാണ്. വംറഅതുഹു വംറഅതഹു. തായിന് ഫത്ഹാണോ ദമ്മാണോ സുക്കൂനാണോ എന്ന് മനസ്സിലാവാത്തൊരു രൂപം. വംറഅതുഹു തായിനെന്താ? തായിന് ദമ്മാണ്. വംറഅതുഹു വംറഅതുഹു എന്ന് ശ്രദ്ധിച്ച് തന്നെ പാരായണം ചെയ്യാം. വംറഅതുഹു ഹമ്മാലത്തൽ. ഇവിടെ ഫത്ഹാണ് അല്ലേ? ഹമ്മാലത. അവിടെ ദമ്മോതരുത്. ഹമ്മാലത്തുലല്ല, വംറഅതു എന്നുള്ളടത്ത് ദമ്മാണ്, ഹമ്മാലത എന്നുള്ളടത്ത് ഫത്ഹാണ് അല്ലെ? അത് വ്യക്തമായി ഹറക്കത്ത് കേൾക്കുന്ന രൂപത്തിൽ തന്നെ ഓതുക. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. അതുപോലെ താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തോന്നല്ല അല്ലെ? തോ എന്ന് ഓതരുത്. ഹത ഹത ഹതബ് 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 പറഞ്ഞാണി. ഹത ഹതബ് ഹതബ് ഹതബ്. അതുപോലെ ബായിന് കൽക്കലയാണ്, ശ്രദ്ധിക്കുക സുക്കൂൻ ചെയ്യുമ്പോൾ. പിന്നെ ഫി ജീദിഹ ഹബിലുൻ. ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഹബിൽ എന്താ ഉള്ളത്? ആ ബായിന് കൽക്കലയാണ് അല്ലെ? ഹബലുൻ. ഹബ്ലുൻ എന്ന് പറയരുത്. ഹബ്ലല്ല, എന്താണ്? ഹബലുൻ ഹബലുൻ. അതുപോലെ ലുമ്മിൻ. അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? അവിടെ ഇദ്ഗാം ചെയ്യണം. എന്താ ഇദ്ഗാം ചെയ്യുന്ന? ചേർത്ത് മണിച്ചോദനം അല്ലെ? ഈ തെൻവീന് ശേഷമുള്ള മീമിലേക്ക് എന്ത് ചെയ്യണം? ചേർക്കണം. ഹബിലുമ്മിൻ. ആ മീമിനായിട്ട് ചേരും തെൻവീന്. ഹബിലുമ്മിൻ. ഹബിലുൻ എന്നല്ല വരിക. ലുൻ എന്നുള്ള തെൻവീൻ എന്ത് ചെയ്യും? മീമിലായിട്ട് ചേരും. ഹബിലുമ്മിൻ മസദ്. ഹബിലുമ്മി. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ സുക്കൂനുള്ള നൂൻ എന്ത് ചെയ്യണം? ശേഷമുള്ള മീമിൽ ലയിച്ച് പോണം, ലയിച്ചു പോണം. മിൻ മസദ് എന്നല്ല, മിം മസദ്. മിം മസദ്. ആ നൂൻ എന്തായി പോയി? മീമിൽ ലയിച്ചു പോയി. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب. تبت يدا أبي لهب وتب. ما أغنى عنه ماله وما كسب. മാ അഗ്ന എന്നുള്ളടത്ത് അധികം നീട്ടണ്ട, സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി. മാ എന്നുള്ളടത്തല്ല കേട്ടോ പറഞ്ഞ്. അവിടെ 4-5 വർക്കത്ത് നീട്ടലാണ് ഏറ്റവും നല്ലത്. അഗ്ന എന്നുള്ളടത്ത് അധികം നീട്ടണ്ട. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ. ഓത്തൊന്നും അങ്ങോട്ട് കേൾക്കണില്ല കേട്ടോ. 2 ആഴ്ച ഞാൻ വരാതായി പോകുന്ന ഓത്തൊക്കെ മുങ്ങിപ്പോയാ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ. മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. ഈ എനർജി ഒക്കെ അവിടെ എടുത്തുവെച്ചിക്ക. എന്തിനാപ്പത്? പിന്നെ ഖുർആൻ ഓതാനല്ല എടുക്കേണ്ടത്. ചായ അടിച്ചാലേ ശരിയാവുള്ളൂ.
سيصلى نارا ذات لهب. സീനും സ്വാദൊന്നും ഒന്നാവരുത്. സയസ്ല എന്നല്ല, സയസ് സയസ് സയസ്ല سيصلى نارا ذات لهب. ചിലരൊക്കെ നാറെന്ന് പറയുന്നുണ്ട്. നാറെന്നാണോ പറയേണ്ടത്? അല്ല, അവ്യക്തമാകണം. നാറെന്നല്ല, നാറെന്ന് പറയരുത്. തെൻവീൻ എന്ത് ചെയ്യരുത്? വ്യക്തം ആകരുത്, അവ്യക്തമാകണം, ഗോപ്യമാകണം. സയസ്ലാ നാറൻ ذات لهب. وامرأته حمالة الحطب. وامرأته حمالة الحطب. في جيدها حبل من مسد. ഒരു തവണ കൂടി നമുക്ക് സൂറത്ത് മുഴുവനായിട്ട് ഓതാം. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب. ما أغنى عنه ماله وما كسب. سيصلى نارا ذات لهب. وامرأته حمالة الحطب. في جيدها حبل من مسد. എന്താണ് സൂറത്തിന്റെ അർത്ഥം? തബ്ബത്ത്. എന്താ തബ്ബത്ത് എന്ന് പറഞ്ഞാൽ? നശിച്ചിരിക്കുന്നു, നാശമടഞ്ഞിരിക്കുന്നു, നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതാണ് തബ്ബത്ത്. എന്താ തബ്ബത്ത് താ വരാൻ കാരണം എന്താ? തബ്ബ എന്ന് പറഞ്ഞാൽ തന്നെ നശിച്ചു എന്നാണ് അല്ലെ? തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു. തബാബ്. എന്താ തബാബ്? തബാബുൻ, നാശം. ഇന്ന കൈദ ഫിർഔന ഫീ തബാബ് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. എന്തെന്നെ തോന്നുന്നുണ്ട് ഓർമ്മ, അല്ലാഹു അലം. ആയത്ത് ഫിർഔനിന്റെ കുതന്ത്രം അത് നാശത്തിലാകുന്നു. തബാബ് അത് തബ്ബ എന്നതിന്റെ മസ്ദറാണ്, അതായത് അതിന്റെ ധാതു, അതിന്റെ അടിസ്ഥാന വാക്കാണ് എന്ത്? തബാബ്. അതിന്റെ ഫിഅൽ, അതിന്റെ ക്രിയയാണ് തബ്ബ. അപ്പൊ തബ്ബത്ത് എന്താ? തബ്ബത്ത് മുഅന്നസ് ആയപ്പോഴാണ് തബ്ബ. തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ്. തബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ആയതുകൊണ്ട് എന്ത് പറഞ്ഞു? തബ്ബത്ത്. കതബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി. കതബത്ത് എന്ന് പറഞ്ഞാലോ അവൾ എഴുതി. അപ്പൊ കതബ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എഴുതി എന്നാണ്. കതബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി. കതബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി. അതേപോലെ തന്നെ തബ്ബ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു. തബ്ബത്ത് എന്ന് പറഞ്ഞാൽ അവൾ നശിച്ചു. അപ്പൊ അവിടെ അവൾ എന്താ നശിച്ചത്? യദാ അബീ ലഹബ്. അബൂലഹബിന്റെ യദാ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൈകൾ. ശരിക്കും രണ്ട് കൈകൾക്ക് സാധാരണ യദാനി എന്നാ പറയാ. എന്താ പറയാ? യദാനി അല്ലെ? സാധാരണ എന്ത് രണ്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാ? യദാനി. കലമാനി, കിതാബാനി. അപ്പൊ യദാനി പറഞ്ഞാ രണ്ട് കൈകൾ. പിന്നെ ഈ നൂന് പോയതാണ്. യദാനി എന്നുള്ളതിന്റെ നൂൻ എന്ത് ചെയ്തു? കളഞ്ഞു. എന്താ കളയാൻ കാരണം?
അബൂലഹബിലേക്ക് ചേർക്കാൻ വേണ്ടി കളഞ്ഞു. അബൂലഹബിലേക്ക് ചേർക്കാൻ വേണ്ടി കളഞ്ഞു. അത് അറബിയിലെ ശൈലിയാണ്. അതായത് ഇപ്പൊ രണ്ട് എന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മുസന്ന എന്നാ പറയാ. കലമാനി, കിതാബാനി, യദാനി, സയ്യാറത്താനി, ബൈത്താനി ഒക്കെ ആനി. ഈ ഇപ്പൊ രണ്ട് എന്നുള്ള ഒരു സംഗതി, ഇപ്പൊ രണ്ട് വീടുണ്ട് ഒരാൾക്ക്. ഇപ്പൊ മുഹമ്മദിന്റെ രണ്ട് വീടുണ്ട്. അപ്പൊ അറബിയിൽ എങ്ങനെ പറയാം? മുഹമ്മദിന്റെ രണ്ട് വീട് എന്ന് അറബിയിൽ എങ്ങനെ പറയാലോ? ബൈത്താ മുഹമ്മദിൻ എന്നാ പറയാ. ബൈത്താനി മുഹമ്മദ് എന്നല്ല പറയാ. എന്താ പറയാ? ബൈത്താ മുഹമ്മദിൻ. അഹമ്മദിന്റെ രണ്ട് പേരാന്ന് എങ്ങനെ പറയാ? അഹമ്മദ് വേണ്ട. സാലിമിന്റെ രണ്ട് പേരാന്ന് എങ്ങനെ പറയാ? കലമാ സാലിമിൻ. കലമാനി സാലിം എന്നല്ല, കലമാ സാലിമിൻ. അപ്പൊ ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ നൂന് കളയും. അപ്പൊ ഇവിടെ അബൂലഹബിന്റെ രണ്ട് കൈകൾ അബൂലഹബിലേക്ക് ചേർക്കാൻ വേണ്ടി യദാനിയിലെ നൂൻ എന്ത് ചെയ്തു? കളഞ്ഞു. മനസ്സിലായില്ലേ? എങ്ങനെ നൂന് പോയത് മനസ്സിലായില്ലേ? അപ്പൊ യദുന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അല്ലെ? യദ് എന്ന് പറഞ്ഞാൽ എന്താ? യദുൻ, കൈ. അപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ യദാനി. അപ്പൊ രണ്ട് കൈയുണ്ട്. പക്ഷെ ആരെ രണ്ട് കൈ? അബൂലഹബിന്റെ രണ്ട് കൈ. അപ്പൊ ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നൂന് കളഞ്ഞു. അപ്പൊ തബ്ബത് യദാനായി. അങ്ങനെയാണ് യദാനായത്. അങ്ങനെയാണ് എന്തായത്? യദാനായത്. അപ്പോഴും പ്രശ്നം ഉണ്ടല്ലോ, കൈ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? കൈ സ്ത്രീലിംഗ ആണെങ്കിലേ തബ്ബത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. കൈ സ്ത്രീലിംഗമാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ജോഡിയുള്ളതൊക്കെ സ്ത്രീലിംഗമാണ്. ജോഡിയുള്ളതൊക്കെ സ്ത്രീലിംഗമാണ്. അപ്പൊ ഐൻ സ്ത്രീലിംഗ പുല്ലിംഗ? സ്ത്രീലിംഗമാണ്. അൻഫ് മൂക്ക് എന്താ? പുല്ലിംഗമാണ്. ഉദുൻ സ്ത്രീലിംഗമാണ്. യദ് സ്ത്രീലിംഗമാണ്. മനസ്സിലായേ? അങ്ങനെയാണ് തബ്ബത്ത് നായത്. അപ്പം സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് പറഞ്ഞു? സ്ത്രീലിംഗത്തിന് പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചു. അതാണ് തബ്ബത് യദാ അബീ ലഹബിൻ. അപ്പൊ അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു. അപ്പൊ അബൂലഹബ് എന്നല്ല, അബീ ലഹബ് എന്നല്ല നമ്മൾ പറയലേ. നമ്മൾ അബൂലഹബ് എന്നല്ല പറയലേ, അബീ ലഹബ് എന്നാണോ പറയലേ? അല്ല, പിന്നെ എങ്ങനെ അബീ ലഹബ് എന്നായി? ഇത് മുഴുവൻ തെറ്റിച്ചാണല്ലോ. എങ്ങനെ അബീ ലഹബ് എന്നായി? അതായത് അറബി ഭാഷയിൽ 5 വാക്കുകളുണ്ട്. 5 അല്ലെങ്കിൽ 6 വാക്കുകൾ. ആ 6 വാക്കുകളുടെ പ്രത്യേകത, ആ വാക്കുകൾ മറ്റു വാക്കുകളോട് ചേർന്ന് വരുമ്പോൾ, നേരത്തെ യദിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ചേർന്ന് വരുമ്പോൾ അത് 3 രൂപത്തിൽ വരും. അപ്പൊ അതിൽ പെട്ടെന്നാണ് അബ്. അത് വേറൊരു വാക്കിനോട് ചേർന്ന് വരുമ്പോ അബു അല്ലെങ്കിൽ അബി അല്ലെങ്കിൽ അബ. അതേപോലെ തന്നെ അതേമാതിരി വേറൊരു വാക്കാണ് ഹമ്, ഹമ, ഹമു, ഹമി. അതേപോലത്തെ വേറൊരു വാക്കാണ് സൂ, സൂ, ദി. അതേപോലത്തെ 5-6 വാക്കുണ്ട്. ഈ 6 അസ്മാഉൽ ഹംസ അല്ലെങ്കിൽ അസ്മാഉൽ സിത്ത എന്ന് അതിന് പറയാം. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മറ്റൊരു പദത്തോട് ചേർന്ന് വരുമ്പോൾ അതെന്ത് ചെയ്യും? സന്ദർഭം അനുസരിച്ച് അതൊന്നിക്ക് ബൂ അല്ലെങ്കിൽ ബ അല്ലെങ്കിൽ ബി എന്നാകും. അപ്പൊ ഈ സന്ദർഭം എന്താ തീരുമാനിക്കാം? അതിന്റെ ഗ്രാമർ പഠിക്കണം. ഗ്രാമർ പഠിച്ചാലേ, അറബി ഗ്രാമർ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ ബി എന്ന് പറയേണ്ട സ്ഥലമാണ് ഇവിടെ. അറബികൾ സാധാരണ കുഞ്ഞത്ത് വിളിക്കും അല്ലെ? കുഞ്ഞത്ത് വിളിക്കൂലേ? കുഞ്ഞത്ത് പറഞ്ഞാൽ എന്താ? മകന്റെ പേരിലേക്ക് ചേർത്തിട്ട് വിളിക്കണ പേര്. അറബികൾ എങ്ങനെ വിളിക്ക? അബ എന്ന വിളിക്ക. അബാ ബക്കർ, അബാ ഹസൻ, അബാ അബ്ദില്ല, അബ. എന്താ വിളിക്കുമ്പോ അവിടുത്തെ ഗ്രാമർ പ്രകാരം അവിടെ അബാ എന്നാണ് ആകേണ്ടത്. എന്നാൽ ഒരാളെ പേര് പറയുമ്പോ എങ്ങനെ പറയാ? അബു അനസ്, അബു മുഹമ്മദ്, അബു അബ്ദില്ല അങ്ങനെ പറയാം. കാരണം അവിടുത്തെ ഗ്രാമർ പ്രകാരം അവിടെ ബൂ എന്നാണ് പറയേണ്ടത്. അബു ഹുറൈറ പേര് പറയുമ്പോ അബ. അതെ, അതൊക്കെ ഒരു ഗ്രാമർ നിയമങ്ങളാണ്. ചില സ്ഥലത്ത് ബി എന്ന് വരും. അങ്ങനെ വരേണ്ട സ്ഥലമാണ് ഇപ്പത്. മനസ്സിലായോ? ചേർത്ത് പറയുമ്പോഴാണ് അങ്ങനെ പറയേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ചേർത്ത് പറയുന്ന സ്ഥലം. ഇപ്പൊ തൊട്ടു മുമ്പുള്ള യദിലേക്ക് ചേർത്തിട്ടാണ് ഇവിടെ എന്ത് പറയണത്? അബ് പറയണത്. അപ്പൊ ചേർത്ത് പറയുമ്പോ, മറ്റൊരു പദത്തിലേക്ക് ചേർത്ത് പറയുമ്പോ, മറ്റൊരു പദത്തിനോട് ചേർത്ത് പറയുമ്പോഴല്ല. കാരണം ചേർത്ത് പറയുമ്പോഴേ ഈ പറഞ്ഞ അബാണെങ്കിലും അബൂന്നാണെങ്കിലും അബീന്നാണെങ്കിലും ഒക്കെ എങ്ങനെ വരുള്ളൂ? ഇതിന് ശേഷം മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോഴേ വരുള്ളൂ.
മനസ്സിലല്ലേ? പിതാവ് എന്ന് മാത്രം പറയുമ്പോ എന്തേ വരുള്ളൂ? അബുൻ, അബൻ, അബിൻ, ഇത്രേ ഉള്ളൂ. വാപ്പ ഉപ്പ എന്നുള്ള അർത്ഥത്തിൽ അബ് എന്ന് മാത്രം പറയും. പക്ഷെ അനസിന്റെ വാപ്പ എന്ന് പറയുമ്പോഴോ അപ്പോഴാണ് അബു, അബി, അബ. മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോഴേ ഈ നിയമമൊക്കെ ബാധകാവുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അബീ ലഹബ് എന്ന് വെച്ചാൽ അബൂലഹബിന്റെ പേര് മാറിയോണ്ടല്ല, അത് സന്ദർഭം പോലെ ഒരേ പേര് തന്നെ ഓരോ സന്ദർഭത്തിലെ ഗ്രാമർ അനുസരിച്ച് എന്ത് ചെയ്യും? അബ, അബി, അബു എന്ന് പ്രയോഗിക്കും. അപ്പൊ ഇവിടുത്തെ ഗ്രാമർ പ്രകാരം ഇവിടെ പ്രയോഗിക്കേണ്ട എന്താണ്? അബീ ലഹബ് എന്നാണ്. അപ്പൊ തബ്ബത് യദാ അബീ ലഹബ്. അപ്പൊ അബൂലഹബിന്റെ ഇരു കരങ്ങളും പറഞ്ഞോളി നാശമടഞ്ഞിരിക്കുന്നു, അല്ലെ? നാശമടഞ്ഞിരിക്കുന്നു. എന്താ? നാശമടഞ്ഞു. അപ്പോ ഇവിടെ അവിടെ സ്ത്രീലിംഗം ആക്കിക്കണോ? അവിടെ തബ്ബത്ത് എന്ന് പറഞ്ഞോ രണ്ടാമത്? ഇല്ലല്ലോ. അതെന്താ? അത് കരങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? അബൂലഹബിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് അബൂലഹബിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം പറഞ്ഞതോ കരങ്ങളെ കുറിച്ചാണ്. കരങ്ങൾ നശിച്ചിരിക്കുന്നു, അവനും നശിച്ചിരിക്കുന്നു. അപ്പൊ കരങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ? കരങ്ങളാണ് ഒരു മനുഷ്യൻ അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവന്റെ പ്രധാനപ്പെട്ട ടൂൾ എന്താ? അവന്റെ കൈകളാണ്. അപ്പം കൈകളിലേക്ക് ചേർത്ത്, അറബി ഭാഷയുടെ പ്രയോഗമാണ്, കൈകളിലേക്ക് ചേർത്ത് ഒരാളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? കൈകളിലേക്ക് ചേർത്ത് പറയും, അല്ലെ? അവന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്ന, അവൻ നശിച്ചിരിക്കുന്ന ഉദ്ദേശം. പക്ഷെ അവൻ നശിക്കാൻ കാരണമായത് എന്താ? അവന്റെ ഇരു കൈകൾ കൊണ്ട് അവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഇപ്പൊ 2 തവണ എന്തുകൊണ്ട് നാശമടഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ഒന്ന് അതിൽ തൗക്കീദ് ഉണ്ട്. തൗക്കീദ് പറഞ്ഞ എന്താ? ബലപ്പെടുത്തലുണ്ട്. അവൻ നശിച്ചത് തന്നെയാണ്. അവന്റെ ഇരു കൈകൾ, അവന്റെ പ്രവർത്തനങ്ങളും നശിച്ചതാണ്, അവനും നശിച്ചതാണ്. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല്, ആദ്യത്തെ തബ്ബത്ത് എന്നുള്ള പ്രാർത്ഥനയാണ്. അവന്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ, അവന്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ, അവൻ എന്ന് വെച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾ നാശമടയട്ടെ, അതിന് ഒരു ഉപകാരവും ലഭിക്കാതിരിക്കട്ടെ. രണ്ടാമത്തതോ അത് ഇഖ്ബാറാണ്. ഇഖ്ബാർ എന്ന് പറഞ്ഞാൽ അറിയിക്കുകയാണ്, നശിച്ചു. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ അത് സംഭവിച്ചു. തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞാൽ അബൂലഹബിന്റെ ഇരു കൈകളും നാശമടയട്ടെ. വതബ്, അവൻ നശിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ ആ നാശത്തെക്കുറിച്ച് അറിയിച്ചു. ആദ്യം നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ആ നാശത്തെക്കുറിച്ച് അറിയിച്ചു. മനസ്സിലായില്ലേ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ കാര്യം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ആയത്തിൽ തന്നെ എന്ത് ചെയ്യാണ്? പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ പുലർച്ചയും ഉണ്ടാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന പുലർന്നു എന്ന് തന്നെ ആയത്തിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. പിന്നെന്താ? മാ അഗ്നാ അൻഹു മാലുഹു. നീ എങ്ങനെയൊക്കെയാണ് ആ നാശം? എന്താ മാ? ഇവിടെ ഈ മാ എന്താ? മാ എന്ന് പറഞ്ഞാൽ, മാ എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ വരും. മാ ഇവിടെ 2 അർത്ഥത്തിൽ, മാ ഒരുപാട് അർത്ഥത്തിൽ അറബി ഭാഷയിൽ മാ പ്രയോഗിക്കും. ഇവിടെ മാ അഗ്ന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പറഞ്ഞോളി. മാ എല്ലാരോടും ചോദിക്കണം. എന്താ മാ അഗ്ന പറഞ്ഞാൽ? മാ എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ. ഒന്ന് ഇല്ല എന്നുള്ള അർത്ഥം, ഇല്ല. അഗ്ന എന്ന് പറഞ്ഞാലോ ഉപകാരപ്പെടുക എന്നാണ്. അഗ്ന പറഞ്ഞാൽ എന്താ? ഉപകാരപ്പെടുക. അപ്പൊ മാ അഗ്ന പറഞ്ഞാൽ ഉപകാരപ്പെട്ടിട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. മാ അഗ്ന, ഉപകാരപ്പെട്ടിട്ടില്ല. അൻഹു, അൻഹു പറഞ്ഞ അവനെ കുറിച്ച്, എന്ന് വെച്ചാൽ അവൻക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. മാ അഗ്ന അൻഹു മാലുഹു. എന്താ മാല്? എന്താ മാല്? സമ്പത്ത്. അവന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടിട്ടില്ല. വമാ കസബ. എന്താ കസ്ബ്? അധ്വാനം. അവൻ അധ്വാനിച്ചുണ്ടാക്കിയത്. അവൻ അധ്വാനിച്ചതോ അവന്റെ സമ്പത്തോ അവൻ ഉപകാരപ്പെട്ടില്ല. അപ്പൊ അവന്റെ നാശം എങ്ങനെയാണ്? അവൻ അധ്വാനിച്ചുണ്ടാക്കിയത്, അവന്റെ സമ്പത്തൊന്നും അവൻ ഉപകാരപ്പെട്ടില്ല. അവിടെ എന്താ സമ്പത്തും അധ്വാനിച്ചതും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
സമ്പത്ത് ഉപകാരപ്പെട്ടില്ല പറഞ്ഞാൽ അനന്തരാവകാശമായി അബൂലഹബിന് കിട്ടിയ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. ആ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല. കസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കച്ചവടം ചെയ്തും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കുറെ സമ്പത്ത് ഉണ്ടായിരുന്നു, അതും അവന് ഉപകാരപ്പെട്ടില്ല. അതുപോലെ തന്നെ കസ്ബ് എന്നുള്ള സന്താനത്തെ കുറിച്ച് എന്ത് പറയും? കസ്ബ് എന്ന് പറയും. അപ്പൊ അവന്റെ സന്താനവും അവന് ഉപകാരപ്പെട്ടില്ല. ഒരു ചരിത്ര സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അബൂലഹബിന്റെ മകൻ ഉത്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവായിരുന്നു. ആര്? ഉത്ബത്ത് ബിൻ അബീ ലഹബ്. അപ്പോ പിന്നെ അബൂലഹബ് ഉത്ബയോട് എന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ മകളെ ത്വലാഖ് ചെയ്യാനൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ഒരിക്കൽ, ചരിത്രമാണ്, സിഹത്ത് എത്രത്തോളം സ്ഥിരപ്പെട്ട സംഭവം എന്നറിയില്ല, റസൂലുള്ളാഹി ഉത്ബയെ കാണാൻ വന്ന സമയത്ത് ഉത്ബ എന്ത് ചെയ്യും? പിന്നെ ആ വീട്ടിലേക്ക്, നബിന്റെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് കാണാൻ വരികയാണ്, മകന്റെ മരുമാന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ വാതിലോടുന്ന് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ മുഖത്തേക്ക് തുപ്പി ഉത്ബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബക്കെതിരെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കിലാബൻ മിൻ കിലാബിക്, കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, നിന്റെ വന്യമൃഗങ്ങളിൽ ഒരു വന്യമൃഗത്തെ അവന്റെ മേൽ നീ അധികാരം കൊടുക്കണേ, എന്ന് വെച്ചാൽ അവനെ നീ തീരുമാനാക്കണേ, അതിലൂടെ തീരുമാനാക്കണേ എന്നുള്ള അർത്ഥത്തിൽ റസൂൽ പ്രാർത്ഥിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ ഉത്ബ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഒരു ടെന്റിൽ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ രാത്രി മണം പിടിച്ച് വന്നു എന്നാണ്. അവന്റെ കൂടെ യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ ടെന്റ് അവിടെ ഉണ്ട്. ഇവന്റെ ടെന്റിലേക്ക് വന്ന് അവന്റെ തല തിന്ന് പോയി. എന്നിട്ട് ഈ ശരീരവും കൊണ്ട് അബൂലഹബിന്റെ അടുത്തേക്ക് ഈ യാത്രാ സംഘം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അബൂലഹബ് പറയും, മുഹമ്മദ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ആ പ്രാർത്ഥന അവനക്കെതിരെ ഏൽക്കാൻ പോകുന്നുണ്ട്, എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ അതാണ്, അവന്റെ മകനും അവനക്ക് എന്ത് ചെയ്തില്ല? ഉപകാരപ്പെട്ടില്ല. അപ്പോ പിന്നെ അബൂലഹബ് സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ സമ്പത്തോ അതല്ലാത്ത അവന്റെ സമ്പത്തോ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ മക്കളോ അവന്റെ എന്തൊക്കെ അവന്റെ പിന്നെ പേരിനും പ്രശസ്തിക്കും പിന്നെ വേണ്ടി അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ അതൊന്നും അവന് ഉപകാരപ്പെട്ടില്ല. എന്ന് മാത്രല്ല, ഒമാ കസബ് എന്ന് പറഞ്ഞാൽ വേറൊരു ആശയം കൂടി ഉണ്ട്. എന്താണത്? അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആരാ? എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, പിതൃവ്യനാണ് അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സഹോദരനാണ്. അപ്പോ പിന്നെ ഖുറൈശികൾ ബനൂ ഹാഷിമിനെതിരെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ സന്ദേശവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ പിന്നെ നബിക്ക് സംരക്ഷണം ഒരുക്കിയതാരാ? അബൂ ത്വാലിബാണ്. എളാപ്പ അബൂ ത്വാലിബ് സംരക്ഷണം ഒരുക്കി അല്ലെ? ഈ അബൂ ത്വാലിബ് അന്ന് ബനൂ ഹാഷിമിലെ നേതാവാണ്. ബനൂ ഹാഷിം എന്ന് പറഞ്ഞാൽ ഹാഷിമിന്റെ സന്തതികൾ ആകുന്ന ഖുറൈശികളിലെ ഒരു ഖുറൈശികൾക്കിടയിലെ വ്യത്യസ്ത ചെറുഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് എന്ത്? ബനൂ ഹാഷിം. ബനൂ ഹാഷിമിലെ അന്നത്തെ നേതാവാണ് ആര്? അബൂ ത്വാലിബ്. അപ്പൊ അബൂ ത്വാലിബ് പറഞ്ഞാൽ ആ ബനൂ ഹാഷിം മുഴുവൻ എന്ത് ചെയ്യും? അത് കേൾക്കും, അനുസരിക്കും. അതുകൊണ്ട് അബൂ ത്വാലിബ് സംരക്ഷണം ഒരുക്കി പറഞ്ഞ അബൂ ത്വാലിബ് മാത്രമല്ല സംരക്ഷിച്ചത്, ബനൂ ഹാഷിം മുഴുവൻ ആരെ സംരക്ഷിക്കാണ്ടായിരുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദാറുൻ നദ്വ, അന്നത്തെ മുശ്രിക്കീങ്ങളുടെ പിന്നെ മീറ്റിംഗ് ഹാളായിരുന്ന ദാറുൻ നദ്വയിൽ അവർ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ബനൂ ഹാഷിമിനെ അവർ കൂട്ടൂല. കാരണം ബനൂ ഹാഷിമിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? അവർ മീറ്റിംഗ് കൂടുന്നത്. ബനൂ ഹാഷിമാണ് റസൂലുള്ളാഹിക്ക് സംരക്ഷണം ഒരുക്കുന്നത്. ഈ ബനൂ ഹാഷിം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും റസൂലുള്ളാഹിയോട് അടുത്ത കുടുംബമാണ് ബനൂ ഉമയ്യ. നമ്മൾ പറയും, കുറച്ച് കഴിഞ്ഞാൽ വിശദങ്ങൾ വരും. ബനൂ ഹാഷിംകാരുടെ നേതാവാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ അനിയനാണ് ആര്? അബൂലഹബ്. പക്ഷെ ബനൂ ഹാഷിം മുഴുവൻ അബൂ ത്വാലിബ് പ്രഖ്യാപിച്ചു, നമ്മൾ മുഹമ്മദിനെ സംരക്ഷിക്കും, എന്റെ മകനാണ് അവൻ, എന്നുവെച്ചാൽ എന്റെ സഹോദരന്റെ മകനാണ്, അവനെ ഞാൻ സംരക്ഷിക്കും, എന്റെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. കാരണം എല്ലാവരിലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യനാണ് അബൂ ത്വാലിബ്. ചില അറബികൾക്കിടയിൽ സംസാരം തന്നെ ഉണ്ട്, രണ്ടാലൊരു രീതിയിൽ ആളുകൾ നേതാവാകും. ഒന്നുകിൽ അവരുടെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്നെ ഹിൽമു കൊണ്ട്, അവരുടെ എന്താ പറയാ, അവരുടെ ഒരു സ്വഭാവപരമായ വിവേകം മാത്രമല്ല, സ്വഭാവപരമായ അവരുടെ ഗുണം കൊണ്ട്, അവരുടെ ഗുണങ്ങളും അവരുടെ നന്മയും അവരുടെ പിന്നെ
ഔദാര്യവും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ അബൂ ത്വാലിബിന്റെ പ്രത്യേകത ഈ രണ്ടാമത്, അതായത് ഹിൽമ കൊണ്ട് നേതാവായ ആളാണ് അബൂ ത്വാലിബ്. ശക്തി കൊണ്ടോ തോൽപ്പിച്ചുകൊണ്ടോ അധികാരം കൊണ്ടൊന്നും നേതാവായതല്ല അബൂ ത്വാലിബ്. അവർക്കിടയിൽ ആദരവും ബഹുമാനവും പിടിച്ചു വാങ്ങിയ ആളാണ് അബൂ ത്വാലിബ്. അപ്പൊ അബൂ ത്വാലിബ് ഇത് പറഞ്ഞ സമയത്ത് ഇതിനെ എതിർത്ത ആളായിരുന്നു അബൂലഹബ്. അബൂലഹബ് ബനു ഹാശിമിൽ പെട്ടതാണ്, സ്വന്തം നേരെ അളാപ്പയാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ നിങ്ങളെ പരിപാടിക്കില്ല, നിങ്ങൾ എന്താ ചെയ്തോളി പറഞ്ഞിട്ട് അബൂലഹബ് എന്ത് ചെയ്യും? അപ്പൊ അബൂലഹബ് എന്തിനാ അത് ചെയ്തത്? അബൂലഹബ് എന്തിനു വേണ്ടിയാണ്? തന്റെ കുടുംബക്കാർ മുഴുവൻ ഒരു പക്ഷത്ത് നിന്നപ്പോഴും അബൂലഹബ് മാത്രം കൂട്ടുന്നത് തെറ്റിപ്പോകാൻ കാരണം എന്താ? തെറ്റിപ്പോകാൻ കാരണം തന്റെ നാട്ടിൽ എനിക്ക് സ്ഥാനവും ബഹുമാനമൊക്കെ കിട്ടണം. ഇപ്പൊ എല്ലാവരും അബൂ ത്വാലിബിനെയാണ് ആദരിക്കണം ബഹുമാനിക്കുക ചെയ്യണത്. അപ്പൊ അത് ആർക്ക് കിട്ടും? അത് എനിക്ക് കിട്ടും. ആളുകൾ ഇന്നെ ബഹുമാനിക്കും, ആളുകൾ ഇന്നെ, ഞാൻ ഓല കൂട്ടത്തിൽ കൂടുന്നില്ല പറഞ്ഞാൽ ബനു ഹാഷിമിൽ നിന്ന്, ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് പിന്നെ ആളുകൾ, പിന്നെ ഓല മുശ്രിക്കുകളെ കൂട്ടത്തിൽ ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. പിന്നെ നേതാവായിട്ട് അവർ കണക്കിലെടുക്കും. അപ്പൊ അതവൻ സമ്പാദിക്കുകയാണ്. അവൻ പേരും പ്രശസ്തിയും സമ്പാദിക്കാൻ വേണ്ടി അവൻ ചെയ്തതാണ്. അവൻ സമ്പാദിച്ച പേരും പ്രശസ്തിയൊക്കെ അതെ അതേ പറഞ്ഞ ജഷനാണ്. അപ്പോ അബൂലഹബ് ആ സമ്പാദിച്ച സമ്പാദ്യമൊക്കെ എന്ത് ചെയ്യാണ്? അതൊന്നും അവന് ഉപകാരപ്പെട്ടില്ല. അവൻ നേടാൻ വിചാരിച്ച പേരും പ്രശസ്തിയും ബഹുമാനവും ഒന്നും അവന് കിട്ടിയില്ല. അതൊന്നും അവന് കിട്ടി എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ബാക്കിയുള്ള മുശ്രിക്കീങ്ങൾ ഇത് പറഞ്ഞ സമയത്ത് തന്നെ അബൂലഹബ് ഇല്ലാത്ത സമയത്ത് കളിയാക്കിയ ചെയ്തിരുന്നത്. എത്ര അവന്റെ കഥ! അവന്റെ സ്വന്തം ഗോത്രത്തിലെ നേതാവ് അബൂ ത്വാലിബ് ഒരു നിലപാട് പറഞ്ഞിട്ട് കൂടെ നിൽക്കണില്ലല്ലോ, അല്ലെ? അവന്റെ കുടുംബക്കാരെ കൂടെ നിൽക്കണില്ലല്ലോ. എന്താ പോലെ അങ്ങനത്തെ ആളെ നമ്മളെ കുടുംബത്തിൽ കിട്ടത്തെ നമുക്ക് കഴിച്ചിലായി എന്നവർ രഹസ്യമായി പറഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അബൂലഹബ് എന്തിനാ ചെയ്തത്? നേരെ ഓപ്പോസിറ്റ് കാര്യം കിട്ടാൻ വേണ്ടി ചെയ്തപ്പോൾ പടച്ചോൻ കൊടുത്തത് നേരെ വിപരീത ഫലമായി. അവർക്കിടയിൽ ഒരു വിലയില്ലാത്ത, ഒരു ആദരവിനും അർഹമല്ലാത്ത ആളായി അബൂലഹബ് മാറിയത്. അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും അവന് ഉപകാരം ചെയ്തില്ല. പിന്നെ അബൂലഹബ് എന്നുള്ളത് അബൂലഹബിന്റെ എന്താണ്? വിളിപ്പേരാണ്, കുഞ്ഞത്താണ്, പേരല്ല. അബൂലഹബിന്റെ യഥാർത്ഥത്തിലുള്ള പേരല്ല എന്ത്? അബൂലഹബ്. പേരെന്താ? പേര് അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. അപ്പൊ അബൂലഹബ് എന്ന് ആളുകൾ വിളിച്ചിരുന്ന പേരാണ്. എന്തുകൊണ്ട് അബൂലഹബ് എന്ന് വിളിച്ചിരുന്നത്? ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല എന്നർത്ഥം, തിളക്കം, ജ്വാല എന്നൊക്കെ അർത്ഥം. എന്തുകൊണ്ടാ പേര് വിളിച്ചത്? അബൂലഹബിന്റെ മുഖത്തിന്റെ സൗന്ദര്യമായിരുന്നു, നല്ല തിളങ്ങുന്ന മുഖമുള്ള ആളായിരുന്നു അബൂലഹബ്. അത്രയും സൗന്ദര്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് ആളുകൾ വിളിച്ച പേരാണത് അബൂലഹബ്. അപ്പോ ഏതാണെങ്കിലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും എന്തുകൊണ്ട് ഖുറാനില് അപ്പൊ ആളുകൾ ആദരിച്ചും ബഹുമാനിച്ചും ഇട്ട പേരാണ്, അല്ലെ? ഒരു ബഹുമാനം എന്നുള്ള നിലയ്ക്ക് അവന്റെ ഒരു പ്രശസ്തിക്ക് പിന്നെ ആക്കം കൂട്ടുന്ന പേരാണെന്ത്? അബൂലഹബ്. പക്ഷെ ആ പേരെടുത്താണ് ഖുറാനിൽ എന്ത് ചെയ്തത്? അവനെ പരാമർശിച്ചത്. ശരിക്ക് തിരിച്ചല്ല ചെയ്യേണ്ടത്, അവനെ ഇകഴ്ത്തുന്ന പേരെടുത്തല്ല പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ടെന്നുള്ള നമ്മൾ പറയും. അപ്പൊ അപ്പൊ അവന്റെ സന്താനം ഒരു ഉപകാരപ്പെട്ടില്ല, അവൻ എന്തൊക്കെ അധ്വാനിച്ചു കൂട്ടി അതൊന്നും ഉപകാരപ്പെട്ടില്ല, അവൻ എന്തിനൊക്കെ വേണ്ടി പരിശ്രമിച്ചോ അത് ഉപകാരപ്പെട്ടില്ല, ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. ഇനി മാത്രല്ല ഇതൊക്കെ, അപ്പൊ ഈ തബ്ബ് എവിടെയാണ്? നാശാണല്ലോ. ഈ തബാബ് എവിടുന്ന ഉണ്ടായത്? ദുനിയാവിൽ നിന്നുണ്ടായതാണ്. ഈ നാശമൊക്കെ ദുനിയാവിൽ നിന്നുണ്ടായതാണ്. ഇനിയോ സയസ്ലാ നാറൻ ദാത ലഹബ്. ഇനി അവൻ സയസ്ലാ, എന്താ സയസ്ലാ പറഞ്ഞാൽ? യസ്ലാ എന്ന് പറഞ്ഞാൽ സലിയ, യസ്ലാ പറഞ്ഞാൽ കത്തി എരിയുക എന്നാണ്. കത്തി എരിയുക. സയസ്ലാ പറഞ്ഞാലോ സീന് രണ്ട് ആശയത്തിൽ പ്രയോഗിക്കും. സൗഫ്, അതായത് പിന്നീട് എന്നുള്ള അർത്ഥം. പിന്നീട് എന്ന് മാത്രമല്ല, തൊട്ടടുത്ത് സംഭവിക്കാനുള്ള പിന്നീട്, കുറെ കാലം കഴിഞ്ഞ് സംഭവിക്കാനുള്ളതല്ല, തൊട്ടടുത്ത് തന്നെ സംഭവിക്കാനുള്ള പിന്നീട്. പിന്നെ സീന് പ്രയോഗിക്കുന്ന മറ്റൊരർത്ഥം ഉറപ്പ് എന്നുള്ള അർത്ഥത്തിൽ, ഉറപ്പായിട്ടും എന്ന അർത്ഥം കൂടി എന്തിനുണ്ട്? സീനുണ്ട്. എന്ന് പറയും. തഖ്രീബ് തൊട്ടടുത്ത് തന്നെ വരാനുണ്ട്, തഹ്ഖീഖ് പറഞ്ഞ ഉറപ്പായിട്ടും വരാനുണ്ട്. അപ്പൊ സയസ്ലാർ എന്താ? തൊട്ടടുത്ത് തന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യും? കത്തിയെരിയും. സയസ്ല, എന്തിനെ കത്തിയെരിയ? അതായത് ഇപ്പൊ സയസ്ല നാറൻ എന്ന് പറഞ്ഞ ശരിക്കും എന്താ അർത്ഥം? തീയിനെ കത്തിക്കുക എന്ന അർത്ഥം. തീയിനെ കത്തിക്കുക എന്ന് വെച്ചാൽ അവൻ തീയിനെ കത്തിക്കുന്ന എന്താ? അവൻ
അവൻ വിറകായി മാറാനുള്ളതാണ്. തീർച്ചയായും ഉറപ്പായിട്ടും തൊട്ടടുത്ത് തന്നെ അവൻ നരകത്തിന്റെ വിറകായി തീരാനുള്ളതാണ്, നരകത്തെ കത്തിയെരിക്കാനുള്ളതാണ്. അവൻ സയസ്ലാ നാറൻ, അവൻ കത്തിയെരിയുക തന്നെ ചെയ്യും. അല്ലെ, ഇനി ആ തീന്റെ പ്രത്യേകത എന്താ? ദാത്ത് ലഹബ്. ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉടയത് എന്നർത്ഥം. ഉള്ളത്, ലഹബ് ഉള്ളത്. എന്താ ലഹബ്? ജ്വാലയുള്ളത്, അല്ലെ, കത്തിയാളുന്ന തീ ജ്വാലകൾ ഉള്ളതാണ്. അപ്പൊ തീ ചിലപ്പോ കെടുന്ന തീയാണോ? അല്ല, അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലകളുള്ള തീയാണ്, കെട്ടുപോകുന്ന തീയല്ല അവനെ കത്തിയെരിയാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വംറഅതുഹു, അവൻ മാത്രല്ല, വംറഅതുഹു. എന്താ ഇംറഅത്ത് പറഞ്ഞാൽ? ഇംറഅത്ത് സ്ത്രീ. ഇവിടെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ ഭർത്താവിലേക്ക് ചേർത്ത് ഇംറഅത്ത് പറഞ്ഞാൽ ഭാര്യ എന്നാണ് ഉദ്ദേശം. വംറഅതുഹു, അവന്റെ ഭാര്യയും എന്ത് ചെയ്യും? കത്തിയെരിയും. അവന്റെ ഭാര്യയും ആ തീജ്വാലകളുള്ള തീയിൽ, നരകത്തിൽ കത്തിയെരിയും. എന്താണ് അവന്റെ ഭാര്യന്റെ പ്രത്യേകത? ഹമ്മാലത്തൽ ഹതബ്. ഹമ്മാലത്ത് എന്താ? ഹമല എന്ന് പറഞ്ഞാൽ എന്താ? വഹിക്കുക എന്നാണ്. ഹമ്മാലത്ത് പറഞ്ഞാൽ വഹിക്കുന്നവൾ. വഹിക്കുന്നവളായി അവൾ കത്തിയെരിയും. എന്ത് വഹിക്കുന്നവളായി? അൽ ഹതബ്, വിറക് വഹിക്കുന്നവളായി അവൾ കത്തിയെരിയും. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ഞാൻ പറയാം. മുഫസ്സിരിങ്ങൾക്കിടയിൽ ഖിലാഫ് ഉണ്ട് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ള വിഷയത്തിൽ. പിന്നെയോ, അപ്പം വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും കത്തിയെരിയും. ഫീ ജീദിഹ, ജീദ് എന്ന് പറഞ്ഞാൽ ഉനുഖ്, കഴുത്ത്. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, അവളുടെ കഴുത്തിലുണ്ട്. അബൂലഹബിന്റെ ഭാര്യന്റെ പേരെന്തായിരുന്നു? ഉമ്മു ജമീൽ. അതും ആ പേരും സൂചിപ്പിക്കുന്നത് സൗന്ദര്യത്തെയാണ്. സൗന്ദര്യമുള്ളവൾ എന്നാണ് എന്തിന്റെ അർത്ഥം? ഉമ്മു ജമീലിന്റെ അർത്ഥം. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്. ഹബിലുൻ, ജീദ് എന്നുള്ള വാക്ക് സാധാരണ കഴുത്തിൽ പറയും. പക്ഷെ അറബികൾ സാധാരണ ജീദ് എന്നുള്ളത്, സാധാരണ കഴുത്തിന് അറബിയിൽ ഉനുഖ് എന്നാ പറയാ. ജീദ് എന്ന് എപ്പോഴാ പറയാന്ന് വെച്ചാൽ സൗന്ദര്യം വർണ്ണിക്കുന്ന സമയത്താണ് കഴുത്തിനെ കുറിച്ച് അറബികൾ എന്ത് പറയാ? ഉനുഖ് എന്ന് പറയാതെ ജീദ് എന്ന് പറയുക. ജയ്യിദ് എന്നുള്ള വാക്കുന്നാണ് എന്ത് വരുന്നത്? ജീദ്. ജയ്യിദ് പറഞ്ഞാൽ എന്താ? നല്ലത്. ആ വാക്കിന്ന് വന്ന വാക്കാണ് ജീദ്. അപ്പൊ സൗന്ദര്യമുള്ള കഴുത്തിനെ വർണ്ണിക്കുമ്പോഴാണ് അറബികൾ ജീദ് എന്നുള്ള പ്രയോഗിക്കുക. പഠിച്ചോ, ഇവിടെ എന്തിനാ അത് പറഞ്ഞത്? നേരത്തെ അബൂലഹബ് എന്താ പറഞ്ഞത്? അതേമാതിരി ഇതൊക്കെ റബ്ബ് എന്ത് ചെയ്യാണ്? നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു. പക്ഷെ എന്നിട്ടും അവരുടെ അവസ്ഥ എന്താണ്? എന്നിട്ടും അവരെങ്ങട്ടാ പോണത്? നരകത്തിലേക്കാണ് പോണത്. എന്നിട്ടും അവർ ദുനിയാവിന്ന് അവരെന്ത് ചെയ്തു? നാശമടഞ്ഞു. കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അല്ലെ, വലിയ സൗന്ദര്യമുള്ള ആളുകളേനല്ല പോലെ. അല്ലെ, അബൂലഹബാണല്ലോ പോന്. ഇനിയിപ്പോ ആ ലഹബുള്ള തീയിൽ കിടന്ന് ഇരിയാൻ പോവാണ്. അപ്പൊ ഉനുഖ് എന്ന് പറയാതെ ജീദ് എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. വലിയ സൗന്ദര്യമുള്ള കഴുത്തുള്ള ആളാണല്ലോ. അപ്പൊ കഴുത്തിൽ എന്താ വരാൻ പോണത്? ജീദിഹ ഹബിലും മിൻ മസദ്. തീയിന്റെ മസദ് എന്ന് പറഞ്ഞാൽ എന്താ? മസദ് പറഞ്ഞാൽ ഇങ്ങനെ പിരിച്ചെടുക്കപ്പെട്ടത് എന്നാണ് മസദ് എന്ന വാക്കിന്റെ അർത്ഥം. അത് കയറൊക്കെ ഇങ്ങനെ പിരിച്ചെടുക്കൂല, അങ്ങനെ പിരിച്ചെടുക്കപ്പെട്ടെന്നാണ് ഇതിന്റെ അർത്ഥം, മസദ്. അപ്പം ആ മസദിന്റെ ഉദ്ദേശത്തിലും എന്തുണ്ട്? അതിന്റെ അർത്ഥത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പിന്നെ അവളുടെ കഴുത്തിൽ പിരിച്ചെടുക്കപ്പെട്ട ചൂടിയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിന്റെ എന്തുണ്ട്? കയർ അവളുടെ കഴുത്തിൽ ഉണ്ട്. അത് നരകത്തിലെ ശിക്ഷയെ കുറിച്ച്, അതായത് പിന്നെ ചൂടി എന്നുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നരകത്തിലെ ചങ്ങലകളാണ് അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. നരകത്തിലെ ഇരുമ്പിന്റെ ചങ്ങലകൾ അവിടെ കഴുത്തിൽ ഉണ്ട്. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള കഴുത്തിൽ ഇനി വരാൻ പോണത് എന്താ? തീയിന്റെ പിന്നെ ശിക്ഷയുടെ ചങ്ങലകളാണ് ആ കഴുത്തിൽ ഇനി കിടന്ന് ഇരിയാൻ പോകുന്നത്. അത് അവരെ പരിഹസിക്കാണ്, കളിയാക്കാണ്, അവരെ അങ്ങേയറ്റം ഇകഴ്ത്തിയാണ് റബ്ബ് അതിലൂടെ ചെയ്യുന്നത്. പിന്നെന്താ? ഹബിലും മിൻ മസദ്. അങ്ങനെ ആ ചൂടിയുടെ അല്ലെങ്കിൽ പിരിക്കപ്പെട്ട കയർ അവളുടെ കഴുത്തിലുണ്ട് എന്നുള്ള സുബ. ഇപ്പൊ ഇതാണ് ഈ സൂറത്തിന്റെ ആയത്തുകളുടെ ഒക്കെ ഒരു അർത്ഥം. ഇങ്ങനെയാണ്. അതെ അതെ അതെ, അബൂല ജീവിച്ചിരിക്കുമ്പോഴാണ് ഇറങ്ങണം. ഇല്ല നിങ്ങള് അതെ അതെ, ഖുറാന്റെ അമാനുഷികതയ്ക്കുള്ള തെളിവാണ്. ഇൻഷാല്ലാ പറയാം. അപ്പൊ ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ്? ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇലൽ ബത്ഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കടുത്തുള്ള ബത്ഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അതായത് നുബുവത്തിന്റെ ആരംഭ സമയത്താണത്.
എന്നിട്ട് ഫസഇദ ഇലൽ ജബൽ, എന്നിട്ട് മലന്റെ മുകളിലേക്ക് കയറി. ഫനാദ, എന്നിട്ട് അറബികളെ വിളിച്ചു, നാട്ടുകാരൊക്കെ മുഴുവൻ വിളിച്ചു. യാ സബാഹ, യാ സബാഹ പറഞ്ഞ എന്തെങ്കിലും ഒരു ഭയങ്കര സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും വരി, ഓടി വരി എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിളിയാണെന്ത്. ആ വിളി ആരെങ്കിലും വിളിക്കണ കേട്ട അറബികളൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ വിളിച്ചു. ഖുറൈശികൾ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടി. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ ഹദ്ദസ്തുകും അന്നൽ അദുവ മുസബ്ബിഹുകും ഔ മുമസ്സികും അകുൻതും തുസദ്ദിഖൂനി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, നാളെ രാവിലെ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന രാവിലെ അല്ലെങ്കിൽ രാത്രി, ഈ വൈകുന്നേരം ഈ മലക്കപ്പുറത്തിന്, ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. അവരെന്ന് പറഞ്ഞു, ഖാലൂ നഅം, അതെ, ഞങ്ങൾ നിങ്ങളെ സത്യപ്പെടുത്തും, ഞങ്ങൾ നിങ്ങളെ സത്യപ്പെടുത്തും. വേറെ ചില ഹദീസിൽ കാണാൻ, ചില റിവായത്തുകൾ കാണാൻ സാധിക്കും, മാ ജറബ്ന അലൈക കദിബ, നിങ്ങൾ ഇതുവരെ കളവ് പറയുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ സത്യപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദി അദാബിൻ ശദീദ്, അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിൽ വരാനുള്ള വേദനയേറിയ ശക്തമായ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യാണ്. നേരെ മുമ്പിൽ വരാനുള്ള ശക്തമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ അബൂലഹബ് പറഞ്ഞു, അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? തബ്ബൻ ലക്, നിനക്ക് നാശം. ഈ വാക്കാണ് അള്ളാഹു എന്ത് ചെയ്തത്, അബൂലഹബിനെതിരെ പ്രയോഗിച്ചത്. അപ്പൊ ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അള്ളാഹു സൂറത്ത് ഇറക്കി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഇതാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നുബൂവത്ത് കിട്ടി ആദ്യഘട്ടത്തിൽ നുബൂവത്തിന്റെ തൗഹീദിന്റെ സന്ദേശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ പിന്നാലെ നടന്ന അള്ളാഹിന്റെ റസൂലിനെ ഉപദ്രവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂലഹബ്. താരിഖ് അൽ മുഹാരിബി എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അന്ന് മുസ്ലിം അല്ല, മുശ്രിക്കാണ്. അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൂഖി ദിൽ മജാസ്, അള്ളാഹുവിന്റെ റസൂലിനെ ദുൽ മജാസ് സൂഖിൽ, അങ്ങാടിയിൽ, ചന്തയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വഅന ഫി ബിയാഅത്തിൻ അബീഉഹ, ഞാൻ എന്റെ ചരക്കുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അന്ന് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിരുന്നു. ഫമറ വഅലൈഹി ജുബ്ബത്തുൻ ലഹു ഹംറാ, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുവന്ന ജുബ്ബ ഇട്ട് നടക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത്. വഹു യുനാദി ബിഅലാ സൗതിഹി, അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിക്കൂ, അത് വിശ്വസിക്കൂ, അത് നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉറക്കെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. വറജുലുൻ യത്ബഉഹു ബിൽ ഹിജാറ, അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യൻ കല്ലുമായി നടക്കുന്നതും പിന്നാലെ പോകുന്നതും ഞാൻ കണ്ടിരുന്നു. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടമ്പുകളും കാലിന്റെ മടമ്പുകളും ഉപ്പൂറ്റിയും, കാലിന്റെ പിൻഭാഗം അതൊക്കെ രക്തം വാർന്നൊഴുകുന്ന കാലുമായി അള്ളാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ പിന്നാലെ കല്ലെറിഞ്ഞുകൊണ്ട് മുറിയാക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഓഹോ യഖൂൽ, അപ്പൊ ഈ പിന്നിലുള്ള ആൾ എന്താ പറഞ്ഞിരുന്നത്? യാ അയ്യുഹന്നാസ് ലാ തുതീഉ, ജനങ്ങളെ നിങ്ങൾ അവനെ അനുസരിക്കരുത്, നിങ്ങൾ അവനെ അനുസരിക്കരുത്. ഫഇന്നഹു കദ്ദാബ്, അവൻ പെരുങ്കള്ളനാണ്, അവന് കളവ് പറയാണ്. ഖുൽതു, ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഈ പിന്നാലെ ആരാണിത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഹാദാ ഗുലാമു ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണത്. ആരെ കുറിച്ചാണ് പറയണത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും, ചെറുപ്പക്കാരനാണത്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, ഫമൻ ഹാദല്ലദി യത്ബഉഹു യർമീഹി ബിൽ ഹിജാറ, പിന്നിന്ന് കല്ലെറിഞ്ഞവന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, അതാരാ എന്ന് ഞാൻ ചോദിച്ചു. ഖാലു, അപ്പൊ അവര് പറഞ്ഞു, അമ്മുഹു അബ്ദുൽ ഉസ്സ, അവന്റെ പിതൃവ്യൻ അബ്ദുൽ ഉസ്സയാണ് കല്ലെറിഞ്ഞ് നടക്കുന്നത്. ഓഹോ അബൂലഹബ്, അതാരായിരുന്നു? അത് അബൂലഹബ് ആയിരുന്നു എന്ന് മുസ്ലിം അല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ട കാഴ്ച താരിഖ് അൽ മുഹാരിബി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയാണ്. ഇബ്നു അബീ ശൈബക്ക് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അബൂലഹബ്? പിന്നെ വെറും വാക്കുകൊണ്ട് മാത്രമല്ല, കല്ലെറിഞ്ഞുകൊണ്ടൊക്കെ റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചിരുന്ന ആളാണ് അബൂലഹബ്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ.
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തുൽ ലൈലിലെ 11-ാമത്തെ ആയത്തിൽ വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. ഒരു മനുഷ്യൻ തറദ്ദ, ഒരു മനുഷ്യൻ തരം താഴ്ന്നാൽ പിന്നെ അവന്റെ സമ്പത്ത് അവന് എന്ത് ഉപകാരം ചെയ്യാനാണെന്ന് ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ, നമ്മൾ അർത്ഥം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ. വേറെ അർത്ഥം കൂടി ഉണ്ട്. എന്താ? മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, ചോദ്യചിഹ്നാണ്. മാ എന്നുള്ള ചോദ്യമാണ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തും അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും എന്തുപകാരമാണ് അവന് ചെയ്തത്? പടച്ചോൻ ചോദിക്കുകയാണ്, എന്തുപകാരം അതുകൊണ്ട് അവന് കിട്ടിയത്? അവന് കുറെ സമ്പാദിച്ചുണ്ടാക്കാൻ നോക്കിയല്ലോ, കുറെ പേരും പ്രശസ്തിയും ആളുകളുടെ ഇടയിൽ പലതും ഉണ്ടാക്കാൻ നോക്കിയല്ലോ. ഒരു സന്താനം ഉണ്ടായിരുന്നല്ലോ, മക്കളുണ്ടായിരുന്നല്ലോ, സമ്പത്തുണ്ടായിരുന്നല്ലോ, സൗന്ദര്യം ഉണ്ടായിരുന്നല്ലോ. എന്തുപകാരമാണ് അതുകൊണ്ടൊക്കെ അവന് ലഭിച്ചത് എന്നുള്ള ചോദ്യമാണ്. രണ്ട് രൂപത്തിലും മുഫസ്സിരീങ്ങൾ അതിനെ രണ്ടിനും അവിടെ സാധ്യത ഉണ്ട്. രണ്ടും അർത്ഥം ശരി തന്നെയാണ്. ഇനി എന്നിട്ട് അള്ളാഹു പറയുന്നത് സയസ്ലാ നാറൻ ദാത്ത ലഹബ്. അപ്പൊ നമ്മൾ പറഞ്ഞു ദുനിയാവിന്റെ എന്ത് ചെയ്തു? അവൻ ഈ പറഞ്ഞതാണ്, നാശാണ് കിട്ടിയത് അല്ലെ. അവനും പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂലഹബിനെ കുറിച്ച് പറയുന്നവർ മുഴുവൻ ഒന്നുകിൽ അവനെ കുറിച്ച് ഒന്നും പറയില്ല, ഒന്നും പറയാത്തവരാണ് ലോകത്തുള്ള മഹാഭൂരിഭാഗം. ഈ ലോകത്ത് ഇപ്പൊ പറയുന്നവരുണ്ടെങ്കിൽ അതെങ്ങനെ പറയേണ്ടത്? നല്ല കാര്യം പറയണ്ടോ? ലോകത്ത് അവനെ കുറിച്ച് പറയുന്നവർ മുഴുവൻ അവനെ ഏറ്റവും വലിയ ഹതഭാഗ്യനായാണ് പറയുന്നത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, മുശ്രിക്കീങ്ങൾ പോലും അവനെന്ത് ചെയ്തിരുന്നു? എത്താ അവന്റെ കഥ എന്ന് ചോദിച്ചിരുന്നു. സ്വന്തം കുടുംബക്കാരനെയുള്ള, സ്വന്തം സഹോദരന്റെ മകനെയുള്ള അവന് ഒറ്റ കൊടുക്കണത്, സ്വന്തം കുടുംബക്കാരും ഒരു ഭാഗത്ത് കൂടെ നിൽക്കണില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഞങ്ങളെ കൂട്ടത്തിൽ ഇല്ലാത്തത് എത്ര നന്നായി എന്ന് പറഞ്ഞിരുന്നു. ആരെ തൃപ്തിപ്പെടുത്താനാണോ അവനെ കളി മുഴുവൻ കളിച്ചത്, അവര് തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു. അതാണ് തബ്ബത്ത്. എല്ലാ അർത്ഥത്തിലും അവന് നാശമാണ്. അത് ദുനിയാവെന്ന്. ഇനിയോ സയസ്ലാ നാർ, ആഖിറത്തിലെത്തിയാലോ അവിടെയും അവനുള്ളത് എന്താ? കത്തിയാളുന്ന നരകത്തീയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഅൻദർതുകും നാറൻ തലവ്വാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ നാറൻ തലവ്വാ, കത്തിയാളുന്ന നരകത്തീയിൽ നിന്ന് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. ഏറ്റവും ഹതഭാഗ്യനല്ലാതെ അതിൽ കടന്ന് വെന്തെരിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ നരകമാണ് ഇനി അവനെ ഒരിക്കലും കെട്ടുപോകാത്ത, ഒരിക്കലും കുറവ് വരാത്ത ആ നരകത്തീയാണ്. ആ നരകത്തിന്റെ നാളങ്ങളാണ് ഇനി അവന് അനുഭവിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഇനി ഭാര്യയെ ചേർത്ത് പറയാൻ കാരണം? എന്തുകൊണ്ട് ഭാര്യയെ ചേർത്ത് പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു ഇപ്പോ വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ് എന്നും ഒരു ഖിറാഅത്തുണ്ട്, ഹമ്മാലത്തുൽ ഹത്തബ് എന്നും ഖിറാഅത്തുണ്ട്. നമ്മളെ ഖിറാഅത്ത് എന്താ? ഹമ്മാലത്താൻ ഫത്ഹാണ്, ദമ്മുണ്ട്. ഹമ്മാലത്തുൽ ഹത്തബ് പറഞ്ഞാൽ വിറക് ചുമട്ടുകാരിയായ ഭാര്യയും. ഹമ്മാലത്തുൽ ഹത്തബ് പറഞ്ഞാൽ അവൾ വിറക് ചുമട്ടുകാരിയായിരുന്നു. അപ്പോ ഒരർത്ഥം എന്താ? വിറക് ചുമട്ടുകാരിയായ അവസ്ഥയിൽ നരകത്തിൽ എന്ത് ചെയ്യും? അവൾ ഉണ്ടാവും. അതെന്താ അതിന്റെ ഉദ്ദേശം? അവിടെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു സാഹിത്യ ഭംഗി അതിലുണ്ട് ആ ആയത്തിൽ. അതായത് ഒന്ന് ആയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്നെന്താ വെച്ചാല് ഈ ഉമ്മു ജമീൽ പിന്നെ ഖുറൈശികളിൽ വലിയ ഗോത്രത്തിലെ, വലിയ കുടുംബത്തിലെ, വലിയ എന്താ പറയാ അഷ്റാഫുകളിൽപ്പെട്ട സ്ത്രീയാണ് ആര്? ഉമ്മു ജമീൽ. ഭയങ്കര പേരും പ്രശസ്തിയൊക്കെയുള്ള കുടുംബത്തിൽപ്പെട്ടതാണ്. അതായത് ബനു ഉമ്മയ്യയിൽ പെട്ടതാണ്. അബൂലഹബോ ബനു ഹാഷിമിൽ പെട്ടതാണ്. ഖുറൈശികളിൽ ഏറ്റവും പേരുള്ള രണ്ട് കുടുംബമാണ് എന്ത്? ഒന്ന് ബനു ഉമയ്യ, മറ്റൊന്ന് ബനു ഹാഷിം. ഇസ്ലാമിൽ തന്നെയും അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിമാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യയാണ്. പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് പിന്നെ ഉണ്ടാകുന്നത് ബനു ഹാഷിമിൽ ബനു ഉമയ്യയിലാണ്. ഉമവികൾ ബനു ഉമയ്യയിൽ പെട്ടതാണ്. അബ്ബാസികൾ ബനു ഹാഷിമിൽ പെട്ടതാണ്. മനസ്സിലായി? അപ്പോ ജാഹിലിയത്തിലും ഇസ്ലാമിലും ഭയങ്കര പേരുള്ള കുടുംബം. എന്ന് മാത്രമല്ല ഈ കുടുംബങ്ങൾ പിന്നെ നേരെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വൈവാഹിക ബന്ധങ്ങളുള്ള കുടുംബങ്ങളാണ്. ബനു ഹാഷിമും ബനു ഉമയ്യ ഒരുപാട് വൈവാഹിക ബന്ധങ്ങളുള്ള എന്ന് വെച്ചാൽ അവര് അങ്ങനെ അവരുടെ നാട്ടിൽ ഭയങ്കര ഉയർന്ന
ഒരു നിലയിലുണ്ടായിരുന്ന കുടുംബമാണ്. ആ അങ്ങനെയുള്ള കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരിക്കലും എന്ത് ചുമക്കേണ്ട ആവശ്യമില്ല, വിറക് ചുമക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് അവൾ വിറക് ചുമന്നിരുന്നത്? റസൂലുള്ളാഹി എന്നിട്ടും റസൂലുള്ളാഹിനോടുള്ള ശത്രുത കൊണ്ടും വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും കാട്ടുപോയി വിറക് ചുമന്നു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ വഴിയിൽ കൊണ്ടുപോയി വീടിന്റെ മുമ്പിലും വഴിയിലൊക്കെ കൊണ്ടുപോയി ഇടുമായിരുന്നു എന്നാണ്. എന്തിനാണ്? റസൂലുള്ളാഹിക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടി. അപ്പൊ അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലുള്ള പിന്നെ സ്വഹാബിമാർ പറഞ്ഞ് കാണാൻ സാധിക്കും. അതേമാതിരി തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞ് സ്വഹാബിമാരിൽപ്പെട്ട മുൻഗാമികളിൽ തന്നെ പെട്ട മറ്റു പലരും പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആയത്തിന്റെ ഉദ്ദേശം. അപ്പൊ വിറക് ചുമട്ടുകാരിയായിരുന്നു ആര്? ആ സ്ത്രീയും എവിടെയാണ്? നരകത്തിലാണ്. മറ്റൊരർത്ഥം എന്താ വെച്ചാൽ പിന്നെ നരകത്തിൽ ഇപ്പോ അബൂലഹബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെയുള്ള പിന്നെ ശത്രുതയായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കലും പിന്നെ പ്രയാസപ്പെടുത്തലും ഉപദ്രവിക്കലും അതൊരു ഭയങ്കര ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളാകുന്ന തീന് വിറകിട്ടുകൊടുത്തിരുന്ന ആരാ? ഭാര്യ ഉമ്മു ജമീലാണ് അല്ലെ? ഭാര്യ ഉമ്മു ജമീലാണ്. ഇവള് നാളെ നരകത്തിൽ അബൂലഹബിന്റെ തീനെന്ത് ചെയ്യും? ആളി കത്തിക്കാൻ വിറകിട്ട് കൊടുക്കും. ഹമ്മാലത്തുൽ ഹത്തബ്. അപ്പം പിന്നെ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ നാളെ നരകത്തിൽ അവന്റെ തീനാളി കത്തിക്കാൻ ആരും ഉണ്ടാവും? ഭാര്യയും കൂടെ വിറകിട്ട് കൊടുക്കാൻ അവളും ഉണ്ടാകും. ഇങ്ങനെയും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അപ്പൊ രണ്ടും ശരി തന്നെയാണ്, രണ്ടും ഉള്ളത് തന്നെയാണ്. അപ്പോ ഏതാണെങ്കിലും അതാണ് എന്ത് പിന്നെ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നിട്ട് പിന്നെ എന്താ പറയണത്? പിന്നെ ഫീ ജീദിഹ ഹബിലുൻ മിൻ മസദ്. ഇവിടെ ഫീ ജീദിഹ ഹബിലുൻ മിൻ മസദ് എന്ന് പറഞ്ഞാല് അവിടെ കഴുത്തിൽ എന്തുണ്ട്? മസദിൽ നിന്നുള്ള കയറുണ്ട് എന്ന് പറഞ്ഞു. മസദ് എന്നുള്ളത് എന്താന്ന് പിന്നെ ഏറ്റവും കൂടുതൽ മുഫസ്സിരീങ്ങളും മസദ് എന്ന ചൂടി എന്ന അർത്ഥത്തിലാണ് അതിനെ വിശദീകരിച്ച്. ചൂടി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ചില ഭാഷയിൽ നല്ല പിന്നെ ഭയങ്കര മുഹഖിഖീങ്ങൾ ചില പണ്ഡിതന്മാർ പറയാൻ കാണാൻ സാധിക്കും, ചൂടി എന്ന് മസദിന് അർത്ഥമില്ല, പിരിച്ചത് എന്ന് എന്തിനർത്ഥമുള്ളൂ? മസദിന് അർത്ഥമുള്ളൂ. അപ്പം ചൂടി എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കഴുത്തിൽ ചൂടി കൊണ്ട് വിറക് കെട്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? അവള് വിറക് കൊണ്ടുപോയിരുന്നത്. അപ്പൊ നമ്മള് ദുനിയാവിന്ന് വിറക് വിറക് കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ വഴിയിലിട്ടു എന്നുള്ള ആ തഫ്സീറാവും അവിടെ യോജിക്കാം. എന്നാൽ നരകത്തില് അബൂലഹബിന്റെ തീന് ആളി കത്തിക്കും എന്ന് പറഞ്ഞല്ലോ, ആ തഫ്സീർ പ്രകാരം ഫീ ജീദിഹ ഹബ്ൽ എന്ന് പറഞ്ഞാൽ അവളുടെ കഴുത്തിൽ എന്തുണ്ടാകും? ശിക്ഷയുടെ ഇരുമ്പിന്റെ തീയിന്റെ ചങ്ങലകൾ അവരുടെ കഴുത്തിൽ, ചുരുട്ടിയ ചങ്ങലകൾ അവിടെ കഴുത്തിൽ ഉണ്ടാകും. അപ്പൊ അവിടെ മസദ് പറഞ്ഞ ചൂടി എന്നർത്ഥമല്ല, അവിടെ ചുരുട്ടിയത് പിരിച്ചത് എന്നർത്ഥേ അവിടെ ഉണ്ടാവുള്ളൂ. കഴുത്തിൽ ശിക്ഷയുടെ തീയിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് അങ്ങനെയുള്ള ശിക്ഷയുടെ ഭാഗമായ സുന്ദരമായ കഴുത്തിൽ, അതാണ് ഇനി പരലോകത്ത് നരകത്തുനിന്ന് ഇനി അവർക്ക് കിട്ടാനുള്ളത് എന്നർത്ഥമാകും. അങ്ങനെ വരുമ്പോ അതിന്റെ ഉദ്ദേശം ഏതാണെങ്കിലും രണ്ടും ശരി തന്നെയാണ്. നരകത്തിലെ ശിക്ഷയുണ്ട്, ദുനിയാവെന്ന് വിറക് ചുമന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇനി ഈ സൂറത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, പിന്നെ ബനു ഉമയ്യ, ബനു ഹാഷിം, ഖുറൈശികളിൽ ഏറ്റവും പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളാണ്. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലും അല്ലെ. അബൂലഹബ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, മനസ്സിലായോ? പിന്നെയോ റസൂലുള്ളാഹിന്റെ അതേ കുടുംബം. ഇനിയോ ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മു ജമീലിനെ കുറിച്ച്, ഉമ്മു ജമീലിന്റെ പേര് അർവ എന്നാ പേര്. അർവ ബിൻത് ഹർബ് ബിനു ഉമയ്യ എന്ന് വെച്ചാൽ അബൂ സുഫിയാന്റെ സഹോദരിയാണ് ആര്? ഈ പറഞ്ഞ ഉമ്മു ജമീൽ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമേ ഇസ്ലാമിലും അവർക്ക് ഭയങ്കര സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല. ഇത് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താ? ഇസ്ലാമിൽ കുടുംബ മഹിമ കൊണ്ടോ പേര് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ പരലോകത്ത് ഒരു കാര്യവും ഇല്ല. വിജയപരാജയങ്ങൾക്ക് ഒരു കാര്യം അല്ലെ. മൻ ബത്തഅ ബിഹി നസബുഹു ലം യുസ്രി, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരുടെയെങ്കിലും അമൽ അവനെ പിന്നിലാക്കിയാൽ, അവന്റെ കർമ്മങ്ങൾ അവനെ പിന്നിലാക്കിയാൽ
അവന്റെ കുടുംബം അവനെ മുന്നിലാക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അമലോന്റെ കാര്യമുള്ളൂ എന്ന് മാത്രമല്ല, പേരും പ്രശസ്തിയുമുള്ള കുടുംബത്തിലും അങ്ങനെയുള്ള വീട്ടിലും അങ്ങനെയുള്ള തറവാട്ടിലും ഒക്കെ ഉള്ള ആളാണെങ്കിൽ, ഇസ്ലാമിൽ തന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ അവര് കേടെന്ന അതുകൊണ്ടുള്ള കേട് കേടെന്ന അതിൻ്റെ കേട് ഭയങ്കരമായിരിക്കും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 30-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യാ നിസാ അൻ-നബി, ഓ പ്രവാചകരുടെ ഭാര്യമാരെ. പ്രവാചകന്റെ ഭാര്യമാരെയാണ് വിളിക്കണേ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ യുദാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വ്യക്തമായ നീചവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇരട്ടിയായിരിക്കും. അത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇതാർക്കേ ഉള്ളൂ? ഇത് റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കേ ഉള്ളൂ. എന്താ അതിന്റെ കാരണം? റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നുബൂവത്തിന്റെ വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്, വഹി ഇറങ്ങണ വീട്ടുകാരാണ് അവർ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യ എന്നുള്ളത് ശിക്ഷ ഇരട്ടിക്കാൻ കാരണമായി. വേറെ ആയത്തിൽ കാണാൻ സാധിക്കും, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ വേറെ ഒരു സ്ത്രീകളെയും പോലെ അല്ലട്ടോ. അല്ലാഹു ഖുർആനിൽ പറയാണ്, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് ഭയങ്കര ഗൗരവമാണ്. അപ്പൊ നല്ല പേരും പ്രശസ്തിയും പടച്ചോൻ അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ദുനിയാവിൽ കൊടുത്തോലാണെങ്കിലോ അവർക്കുള്ള ശിക്ഷയും അവർക്കുള്ള ഉത്തരവാദിത്വവും കൂടുതലാണെന്ന് അർത്ഥം. മനസ്സിലായേ? അപ്പൊ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ കാര്യം വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഷറഫ്, കുടുംബ മഹിമ എന്നുള്ളത് ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമല്ല, ഉത്തരവാദിത്വം കൂടാനുള്ള കാരണമാണ്. പിന്നെയോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നേരെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ദുനിയാവിന്ന് അബൂലഹബിനെ സഹായിച്ച റസൂലുള്ളാഹിക്കെതിരെയുള്ള ശത്രുതന്റെ തീ ആളി കത്തിക്കാൻ വേണ്ടി വിറക് കൊടുത്തിരുന്ന ഭാര്യ നരകത്തിൽ എന്തായിരിക്കും? ആ അബൂലഹബിനെ ശിക്ഷിക്കാനുള്ള വിറക് കൊടുക്കുന്നവളായി മാറും അല്ലെ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് ഇസ്ലാമിന്റെ അസ്ലാണ്. എന്താ അർത്ഥം? എന്ത് അമലാണോ നമ്മൾ ചെയ്യുന്നത് അതേ വകുപ്പിലാണ് പടച്ചവന്റെ പ്രതിഫലം ഉണ്ടാവുക. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. നമ്മൾ എന്ത് തിന്മയാണോ ചെയ്തത് അതേ വകുപ്പിൽ അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായതായിരിക്കും പടച്ചവൻ നമുക്ക് തരുന്ന ശിക്ഷ. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി പ്രതിഫലമാണെങ്കിലും കൂലിയാണെങ്കിലും അങ്ങനെ തന്നെ. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ എത്ര നല്ല കർമ്മമാണോ നമ്മൾ ചെയ്തത് അത്ര നല്ല പുണ്യ കൂലിയായിരിക്കും പടച്ചവൻ നമുക്ക് നൽകുക. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നും എന്താവൂല, വെറുതെ ആവൂല. അപ്പൊ നിങ്ങൾ നോക്കി, ഒരാൾ 1,00,000 രൂപ കൊടുക്കുകയാണ്, രണ്ടാളും ഓരോ 1,00,000 രൂപ കൊടുക്കുകയാണ്. അതിൽ ഒരാൾ കൊടുത്തപ്പോ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞ്, വേറെ ആൾ കൊടുത്തപ്പോ ആരും അറിയരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആ ഉറപ്പിൽ രഹസ്യമാക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? അങ്ങനെ കൊടുത്തു. മറ്റേ ആൾ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു കൊടുത്താക്കി ഭൗതികമായ കണ്ട് രണ്ടാളും കൊടുത്താൽ എന്താണ്? ഓരോ ലക്ഷമാണ്. രണ്ടാളും ഇഖ്ലാസിലൊരു കുറവുമില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചെന്ത്, രഹസ്യമായ ചെയ്യുന്ന അമലിന് കൂടുതൽ പ്രതിഫലം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണം. മറ്റേ ഇഖ്ലാസിന് കുറവൊന്നുമില്ല, പക്ഷെ ഈ ശ്രദ്ധ ആര് കാണിച്ചില്ല? മറ്റേ ആള് കാണിച്ചില്ല. അപ്പൊ ഇവന് കൊടുത്ത ഈ 1,00,000 മറ്റവൻ കൊടുത്ത 1,00,000 പോലെ ആവോ? ഇല്ല. അതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഇവന് പടച്ച റബ്ബിന് വേണ്ടി എന്ത് ചെയ്തോ അതൊക്കെ ഇവിടെ കാണും, പരലോകത്ത് കാണും അല്ലേ. അത് പ്രകടമായി അതിന്റെ അസറുകളും അതിന്റെ ഇത് നോക്കിയിട്ടല്ല, നമ്മുടെ മനസ്സും നീയത്തും ശ്രദ്ധയും എല്ലാം പടച്ചോൻ എന്ത് ചെയ്യും? പരലോകത്ത് കണക്കിലെടുക്കുന്ന അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഈമാന്റെ ശാഖകളിൽപ്പെട്ട ഒന്നാണല്ലോ എന്ത്? സമയം 8:06 സമയം പോയതറിഞ്ഞില്ല. ഈമാന്റെ ശാഖകളിൽപ്പെട്ടതാണെന്ത്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ അല്ലെ. ഇവിടെ കുഫറിന്റെ വലിയ തിന്മ ഒരു വക്താവിനെ കുറിച്ച് പറഞ്ഞപ്പോ, അബൂലഹബിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ അവളുടെ കാര്യം ഖുർആൻ എടുത്തു പറഞ്ഞ എന്താ? ഹമ്മാലത്തൽ ഹത്തബ്, റസൂലുള്ളാഹിന്റെ വഴിക്ക് ഉപദ്രവം ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു അബൂലഹബിന്റെ ഭാര്യ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈമാന്റെ ഭാഗമായ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ള. അപ്പൊ അവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണെന്ത്? വഴി തടസ്സം ഉണ്ടാക്കുന്ന എല്ലാ പണിയും വന്നത് ഇവിടുന്ന, എല്ലാ പണിയും വന്നത് സമരം, ഹർത്താല്, മറ്റേത് മറിച്ചത്, ഇതൊക്കെ ഈ ജാഥ, ഇതൊന്നും മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല.
ഇതൊക്കെ വെസ്റ്റ് നിന്ന് വന്നതാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞ സാധനത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഓലൊരു സംസ്കാരത്തിന്റെ ഭാഗമാണത്. ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ പെട്ടതല്ല ആളുകൾക്ക് വഴിതടസ്സം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി 4-5 പോയിന്റ് കൂടി പറയാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറഞ്ഞിട്ട് അടുത്ത സൂറത്തിലേക്ക് കടക്കാം. സമയം കുറച്ചായില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ഇഹലോകവും പരലോകവും ഏറ്റവും വിശിഷ്ടമായ ജീവിതം ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിപ്പിക്കുമാറാകട്ടെ. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ശാശ്വതമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള കെടുതികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.